ഒരു ലോങ് ജേണി കഴിഞ്ഞ് ഞങ്ങളുടെ എത്തിയതിൻ്റെ ഫസ്റ്റ് ഔട്ട്ലുക്കാണ് കേട്ടത്. വളരെ ബോറിംഗ് ആണ്. അപ്പം ഞങ്ങൾ കൊടൈക്കനാലിലെത്തി. ഞങ്ങളെ ഡ്രസ്സ് എല്ലാവരും ഔട്ട്ഫിറ്റ് കണ്ടില്ലേ, നല്ല തണുപ്പാണ്. ഇനി കുറച്ച് കഴിഞ്ഞ് ഈ കോലൊക്കെ മാറും. അയ്യോ, ഞങ്ങൾ ബസ്സിനുള്ളിൽ ബാഗ് കൊണ്ടൊക്കെ വന്നു കേട്ടോ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഹായ് ഇത് കഴിച്ച് വെച്ചിട്ടോ ഫുഡ് കഴിക്കും. ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ക്യൂവിലാണ്. തിണ്ടിക്കലാണ് കേട്ടോ. ഓക്കെ, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ്. ഫുഡ് എന്താ കൈയിട്ട് വാരി തിന്നണ്ടല്ലേ. ചായ ചായ അവിടുന്ന് അവരെന്നെ അറേഞ്ച് ചെയ്ത വേറെ ഒരു ബസ് വരാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. എല്ലാവരും ഭയങ്കര വെയിറ്റിംഗാണ്. അങ്ങനെ ഞങ്ങൾ അവരുടെ രണ്ട് വണ്ടി വന്നു കേട്ടോ. രണ്ട് ചെറിയ ബസ്സാണ് വന്നത്. അപ്പോൾ അതിലെല്ലാവരും ഒരു 22 ആൾക്കാർ സീറ്റിംഗ് ഉണ്ടായിരുന്നു ബസ്സിന്. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. എക്സ്പെഷ്യലി ഒരു AC തണുപ്പ് പോലും പറ്റാത്ത ആളാണ് ഞാൻ. അത്രയ്ക്ക് ഫുള്ളങ്ങ് കോട ഇറങ്ങിയിട്ടേ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിലോ ഫ്രണ്ടിൽ ഡ്രൈവർ അണ്ണൻ്റെ അടുത്താണ് ഇരുന്നിരുന്നത്. ഡ്രൈവർ അണ്ണൻ്റെ ഗിയർ ബോക്സിൻ്റെ മുകളിൽ എനിക്കെന്നല്ല ഒരു പില്ലോ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് മുകളിലിരുന്നു. ഓക്കെ, അപ്പോൾ ഭയങ്കര അടിപൊളിയാണ്. എല്ലാ സീറ്റ് കിട്ടിയത് നന്നായി കേട്ടോ. കാരണം ഫ്രണ്ട് വ്യൂ ഒക്കെ കറക്റ്റായിട്ട് എനിക്ക് കിട്ടി. നല്ല മഞ്ഞായിരുന്നു കേട്ടോ. കുറേ അങ്ങോട്ട് ചെന്നു. അത്യാവശ്യം ഞങ്ങൾ റൂമിൻ്റെ അവിടുന്ന് ഒരു 20 കിലോമീറ്റേഴ്സ് ഉണ്ട് ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ സൂയിസൈഡ് പോയിന്റിലേക്ക് കേട്ടോ. അങ്ങനെയാണ് ആ അണ്ണൻ പറഞ്ഞത്. എനിക്ക് തമിഴ് വല്ലാതൊന്നും അറിയില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഞാൻ പഠിച്ചു. കുറച്ച് ചെന്നൈയിലെ കുറച്ച് കണക്ഷൻ ഉള്ളതുകൊണ്ട് കുറേയൊക്കെ പഠിച്ചു തോന്നുന്നു. അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി, സൂയിസൈഡ് പോയിന്റ്. ഞാൻ സൂയിസൈഡ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് താഴെ നോക്കിയാൽ പേടിയാവുന്നൊരു സ്ഥലമൊക്കെ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് കേട്ടോ. കണ്ടോ ഗ്രീൻ വാലി വ്യൂ പോയിന്റ്. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് സത്യത്തിൽ ഇതാണോ സൂയിസൈഡ് പോയിന്റ് എന്ന് തോന്നിയത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ